എത്ര റേറ്റിംഗ് എത്ര 10 ശരിയായ രംഗമുണ്ട്. അണ്ണാ എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ ബ്രോ? അണ്ണാ എന്റെ റേറ്റിംഗ് ഓക്കെ അമ്പാനെ റേറ്റ് ചെയ്ത് നോക്കട്ടെ 100. ഇത് അമ്പാനല്ല ഉമ്പാനാണ്. പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ കുറച്ച് ടിപ്സ് പറയാമോ? പഠിത്തത്തിലൊഴിച്ച് ബാക്കി എല്ലാത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലേ? അത് നിർത്തിയാൽ മതി. ഇവിടെ സാമാനം പോയി. എന്താ എന്റെ പേര്? വെള്ളി. എനിക്ക് ഞാനാതെ അറിയോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. എന്താ എനിക്ക് പരിപാടി? അത് നോക്കല നിങ്ങളെ പരിപാടി. എന്തേലും പഠിക്കാൻ പോകണ്ടോന്ന്? ഡ്രൈവിംഗ് പഠിക്കാൻ പോകണ്ട്, ലൈസൻസ് എടുക്കാൻ. അതല്ല, ഭാവിക്ക് എന്തേലും നോക്കണ്ടോന്ന്. ഇത് പിന്നെ എന്തിനാ? പണി എന്തേലും ഉണ്ടോ? ഇല്ല. തോന്നി. അല്ല, നിങ്ങക്ക് എന്താ പണി? ഇതൊക്കെ തന്നെ. അക്കും തോന്നി. അല്ല, എങ്ങോട്ടോ പോയിരുന്നല്ലോ. എങ്ങോട്ട്? അല്ല, നിങ്ങളെ പേര് കളക്കുന്നത്ത് മുഹമ്മദ് അലി എന്നല്ലോ? അല്ല. അന്നെന്റെ പാപ്പ നോക്കണ്ട, ഞാൻ എങ്ങോട്ടാച്ചാ പോകും. നിങ്ങൾക്കൊന്നും മുണ്ടല്ലേ? എന്താ എന്റെ തലയില്? നിങ്ങളാലേലെന്താ എന്നെ? ഇപ്പത്തെ കുട്ടികളെങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തർക്കുത്തരാ. പക്ഷെ അന്നെ പറഞ്ഞല്ലോ കേട്ടോ, ഡീസന്റ്. അതേപോലെ തന്നെ ഇപ്പത്തെ തന്താരും നമ്മളൊരു മുടി വളർത്തിക്കാൻ അത് ഓൽക്ക് എവിടെയൊക്കെ ഉണ്ടായ പോലെയാണ്. നിങ്ങളെ പറഞ്ഞല്ലോ കേട്ടോ, നിങ്ങൾ ഡീസന്റ്. അപ്പൊ ഇത്രയും കാലം നീ എന്നെ ചതിക്ക് വരുന്നല്ലേ? ഓ, ചെയ്തിട്ട് ന്യായം പറയുന്ന. ഞാൻ രവീന്ദ്രന്റെ മോളല്ലേ? എന്തു പറ്റി? ഇവരുടെ ചവളൊക്കെ സ്ലാപ്പ് ചെയ്തു. ഓഹോ, നീ പെണ്ണുങ്ങളെ വരത്ത് കൈ വെക്കുന്നോടാ റാസ്കൽ. I identify myself as a woman. ഞാൻ നമ്മുടെ ജോത്സ്യനെ കാണാൻ പോയിരുന്നു. ഇനി അധികം നാളൊന്നും ഇല്ല. സത്യം, ജനുവരി തീരാറായില്ലേ? അതല്ലടി, എന്റെ ആയുസ് അധിക നാളില്ലാന്ന് ജോത്സ്യൻ പറഞ്ഞത്. പാപക്കറകളൊക്കെ കഴുകിക്കളയാൻ പറഞ്ഞ് തന്നെ. എന്നിട്ട് നിങ്ങൾ സർഫ് വാങ്ങിച്ച? ഈശ്വര, എനിക്ക് കൂടുതൽ ആയുസ് വേണ്ട. ഇപ്പോഴേ എടുത്തോ. അച്ഛൻ നിന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട്, നീ പൊറുക്കണം. സാരമില്ല അച്ഛ, അച്ഛൻ ജോത്സ്യനെ കാണാൻ പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞല്ലേ? അതൊക്കെ അവിടെ നിക്കട്ടെ. അച്ഛൻ എന്തായാലും തീരാൻ പോവല്ലേ? ഈ വീടാർക്ക് എഴുതി വെക്കാൻ പോണ? എന്തോന്നിത്? അതവന്റെ പുതിയ ബൈക്കട. ഞാൻ വിചാരിച്ചു കുതിര കെട്ടിയിട്ടേക്കുന്നത്. ഈ ബൈക്ക് അങ്ങനെ ഇവിടെ വന്നെന്ന് ഇരിക്കും നോക്കിയാണോ അവൻ? ചേട്ടനെ പണ്ടേ ഓങ്ങി വെച്ചതാ. തലേ ഈ കളർ അടിച്ചതിന് കുഴപ്പമില്ലേ? ഞാൻ നിങ്ങളെ മക്കളല്ലേ? 15 ഇഞ്ചിന്റെ TV ഉണ്ടല്ലോ, ഞാൻ അടിച്ച് പൊട്ടിക്കുന്നു പറ. അവനെ കണ്ണാടി മാറ്റി. നോക്കിട്ട് തീരുന്നില്ല. കാര്യം പറയാ. പിന്നെ ഉമ്മക്കോ നോക്കിട്ട് തീരുന്നില്ല. വൈറ്റിലെ ജംഗ്ഷനിൽ നിന്ന് ഉമ്മക്കല്ലിട്ടൊക്കെ വേണമെങ്കിൽ വേണ്ടിയിട്ട് ഒതുക്കിക്കോ. നീ ഓക്കെയാ? ഞാൻ അതിനെ മുണ്ടെടുത്ത് തന്നെ. മാത്രം നോക്കണം. ജിൻഷാദ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. വീഡിയോ എടുക്കുന്ന അപ്പർ സൽമാൻ ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറാണ്. നമ്മളെ കൂടെ ഉള്ള എല്ലാവരും കഴിവ് ഏറിപ്പോയ ആൾക്കാരാണ്. ഇത് മോന്റെ ആദ്യത്തെ പെണ്ണുകാണലാണോ? അല്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെയോ? പോലീസല്ലേ? അല്ലെങ്കിൽ മോളെന്തേ? പുള്ളിക്കാരി ഉള്ളിലോട്ട് പോയി ചായ ഇവിടെ കൊണ്ടെന്ന് വെച്ചിട്ട് ഇനി വരില്ലേ? അത് അവക്ക് ഈ ശബ്ദവും ബഹളവും ഇഷ്ടമല്ല. അകത്ത് റൂമിലോട്ട് പോയിട്ടുണ്ടാവും. അവക്ക് എപ്പോഴും കാമായിട്ട് കിടക്കാനാ ഇഷ്ടം. ഓ ഹായ്, ഇതാരാ? അവളുടെ ഫ്രണ്ടാ കാം. ഇൻസ്റ്റാഗ്രാമിൽ നോ ഫിൽറ്റർ എന്നും പറഞ്ഞ ആളെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുക. കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ. ഗ്രീൻ ടീ ലേ ബാബു സേട്ട്. ഒരു പാനീയം എന്ന നിലയ്ക്ക് ഞാൻ ഇന്ന് വളരെ അസ്വസ്ഥനാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കത്തെ ജാല വിദ്യകളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചു വാരി തിന്നിട്ട്
ഗ്രീൻ ടീ കുടിച്ച 6 പാക്ക് വരുമെന്നാണ് ചില സഹോദരന്മാരെ വിചാരം. ഒരു തേയിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. തേയില എന്നല്ല ഏതൊരു ഇലയ്ക്കും അതിന്റേതായ പരിമിതിയുണ്ട്. ഒരു ബക്കറ്റ് പോത്ത് ബിരിയാണി എന്നിട്ട് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചിട്ട് എല്ലാം ശരിയായെന്ന് പറഞ്ഞിങ്ങനെ ലോറി ഇടിച്ചവന് വിക്സ് മണപ്പിക്കാൻ കൊടുക്കുന്ന കണക്കത്തെ ഒരു പ്രൊസീജിയറാണത്. ആൾക്കാരെ എങ്ങനെ പറ്റിക്കാം എന്നുള്ള ബുക്ക് ഓർഡർ ചെയ്തു. 3 മാസം കഴിഞ്ഞിട്ടും ബുക്ക് വന്നിട്ടില്ല. നീ പൊറോട്ടയാണെങ്കിൽ ഞാൻ ബീഫ് കറി, നീ കപ്പയാണെങ്കിൽ ഞാൻ മീൻ കറി. എനിക്ക് തരുമോ സ്നേഹം ഇച്ചിരി? തന്നെ എന്നാ മൂലയിൽ പോയി കുനിഞ്ഞ്. ഉമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഡിപ്രഷനിലോട്ട് പോവുക. അയ്യോ ഇരുട്ടുന്നതിന് മുമ്പ് എത്തിയേക്കണേടാ. വാലന്റൈൻസ് ഡേ ആയിട്ട് പ്രേമിക്കാൻ നടക്കുന്ന രക്ഷകൃതനും നാളെ ഡയറി മിൽക്ക് എന്ന് പറയുന്ന സാധനം വാങ്ങിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കടയിലുള്ള എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നമ്മള്. ഡോക്ടർ ഒരു വശപ്പശക ഉണ്ടല്ലോ. നമ്മുടെ ഏരിയയിലെ ഡോക്ടർമാരൊക്കെ ചൂടന്മാരാടാ. ഈ ഡോക്ടർ കൂൾ ഡോക്ടർ എന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാലോ എന്താണ് താങ്കളുടെ പ്രശ്നം എന്താണെന്ന് പറയൂ. ഡോക്ടറിനെ 2 തവണ ബ്ലഡ് വോമിറ്റ് ചെയ്തു. എല്ലാം മദ്യപിക്കോ സിഗരറ്റ് വലിക്കോ വല്ലതും ചെയ്യും. മദ്യപാനം മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല, എല്ലാം നിർത്തി. ഹാൻഡ്സ് കൂൾ അങ്ങനെ വല്ലതും വെക്കോ? ഇല്ല. ചേട്ടാ ഇപ്പൊ ആരോടെ ചോദിക്കാം, മോനെ നിന്റെ എന്താ?